കാര്യം പറഞ്ഞു വരുമ്പോ എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു പ്ലേ പോയ, പക്ഷെ 30 സെക്കൻഡ് പോലും തേക്കാൻ പറ്റാത്ത ഒരു നിർഭാഗ്യനാടാ ഇടാനി. നിനക്കറിയോടെ തോളമ്മ, എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ല, അവക്കടെ മുമ്പിൽ ചൂളിയൊരു നിപ്പുണ്ട്. സത്യം പറഞ്ഞാണ്ടല്ല, എന്റെ ഈ ലൈഫിന്റെ ഈ പരിപാടിയില്ലേ തീർത്താലെന്നുള്ള ആലോചനയാണ് ഞാൻ. നിർത്തണം. എടാ, ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാവും. ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലേ നമ്മുടെ ഈ ലൈഫ് അല്ലേ? നീ നിന്റെ ജീവിതത്തെ ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി കളയരുത്. ഓമായിട്ട് മുന്നോട്ട് പോ. നീ നിന്റെ മണ്ടൻ ചിന്തകളെ ചങ്ങലക്കിട്. എന്നിട്ട് നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്ത്. ഡാനി, നിനക്കിപ്പോൾ ഒരു തെറാപ്പി അത്യാവശ്യം. ഞാനേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കോണ്ടാക്ട് ഷെയർ ചെയ്യാം. ഷീസ് വൺ ഓഫ് ദി ബെസ്റ്റ് സൈക്കോളജിസ്റ്റ് ഇൻ ദി സിറ്റി. നീ ഒന്ന് ചെന്ന് കണ്ടു നോക്ക്. ഇപ്പോഴാണൊന്ന് റിലീഫായത്. എനിക്ക് തോന്നുന്നു ആരോടൊന്നും പറയാതിരുന്നിട്ടുണ്ടല്ല, ഇപ്പൊ ഞാൻ ഓക്കേടാ. സത്യം പറഞ്ഞാണ്ടല്ല, നീ സോളമനല്ല, സോൾവമൻ. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യണ എന്റെ മാൻ. ഇന്നലേക്കുണ്ടല്ല ഈ അവസ്ഥപ്പെട്ടിട്ട് എന്ത് ചെയ്യണം, ആരോട് പറയണം എന്നൊക്കെ ഓർത്തിട്ടില്ലേ ഭ്രാന്തരത്തിരിക്കണായിരുന്നു. അപ്പോഴാണ് നിന്റെ ഇൻസ്റ്റയിലെ ചില മോട്ടിവേഷൻ റീൽസ് എടുത്ത് കണ്ടത്. അപ്പൊ ഒരു ആശ്വാസമായി. എന്നാ പിന്നെ ഞാൻ പയ്യങ്ങടെ ഇറങ്ങട്ടാ, നിന്റെ കാര്യങ്ങളൊക്കെ അടക്കട്ടെ. ശരിയെന്നാ. താങ്ക് യു ലിയ. നോക്കട്ടെ. എടാ സോളമ്മ, നീയാ? ഡാഡി, ഒരു കയ്യബദ്ധം. കയ്യബദ്ധോ? എടാ, അവന്റെ ഒരു കുത്തും കോമേ. ആ സൈക്കോളജിസ്റ്റ് കോച്ചിന്റെ നമ്പർ പഠിക്കാൻ ഇപ്പൊ വന്നില്ലായിരുന്നു, കാണായിരുന്നു. അവളെ നമ്പർ ഇങ്ങടാ. അല്ല അല്ല, കാണാൻ എങ്ങനെയുണ്ട്? എടാ, എന്നാ പിന്നെ നിനക്ക് ആ സൈക്കോളജിസ്റ്റ് കോച്ചിനൊന്നും കണ്ടുകൂടാ? അങ്ങനെടാ, ഞാനവർക്ക് പോട്ട് വിഷം കൊടുക്കണ്ടല്ലടാ. ഞാനെങ്ങനെടാ, ഞാനൊരു പോട്ട് വിഷം സ്പീക്കറല്ലടാ. എന്റെ സോളമാ.